ചേർത്ത് കാണൂല. നാശങ്ങളൊന്നും തീയും മുട്ടിയിട്ടില്ല. നിർത്തോ, ഇവിടെ ആരുമില്ല. അവന്റെ അമ്മയുടെ ഒരു അമ്മ ചാവാൻ നിർത്ത. അവന്റെ അമ്മയുടെ ഒരു ഉല്ലിഞ്ഞ് പാവം പിച്ചക്കാരനാണ്. എന്തെങ്കിലും ഓ സാർ എന്തെങ്കിലും പിച്ച തരണേ. ഇവിടെ ഇപ്പൊ ആരുമില്ല. ഉണ്ടായിരുന്ന പിച്ചക്കാരൊക്കെ ഒരു തെണ്ടിയുടെ കല്യാണത്തിന് ഭിക്ഷ ഉണ്ണാൻ പോയിരിക്കുക. സാറ് കുളിക്കായിരുന്നോ? ഇതെന്താ മണ്ണെണ്ണയില്? അതെ, ഇവിടെ എല്ലാവരും മണ്ണെണ്ണയിലാണ് കുളിക്കാറ്. കേട്ടിട്ടില്ലേ എണ്ണക്കിണറിന്റെ നാട്ടിലെ പൗരന്മാരെ പറ്റി? പേർഷ്യൻ സിറ്റിസൺസ്. തീപ്പെട്ടി ഉണ്ടായില്ലേ? ഇല്ല. ഒരു തീപ്പെട്ടി കോല് പോലും സ്വന്തമായി കയ്യിലെടുക്കാൻ കഴിവില്ലാത്ത താനൊക്കെ പിച്ചക്കാരനാണോ? പരത്തിണ്ടിയുടെ മോനെ പട്ടി. പേർഷ്യൻ സാർ അവസാനത്തെ ഭിക്ഷയാണ്, അത് അറിഞ്ഞു കൊടുക്കണം. സാർ ഈ പാവത്തിന് എന്തെങ്കിലും തരണേ സാർ. ആവശ്യമില്ലാണ്ട് കിടന്ന് അലറി. സ്വന്തം വർഗക്കാരുടെ പേര് ചീത്തയാക്കരുത്. തിണ്ടിൽ കൊണ്ടുവരാ ഒരു അന്തസ്. സാർക്ക് അത് ഫീൽ ചെയ്തോ? സോറി സാർ. അമ്മേ ദാ വച്ചോളൂ. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ സമ്പാദ്യ. പോയി നല്ലൊരു തെണ്ടിയായി ജീവിക്കൂ. 2 3 4 5. ഈ പ്ലേറ്റിലിരിക്കുന്ന ആപ്പിളും ഗ്ലാസ്സിലിരിക്കുന്ന പശുവും പാലും അല്ല, പരിശുദ്ധമായ ഹൃദയമാണ് എനിക്ക് വേണ്ടത്. ഞങ്ങൾ ഈ റെയിൽവേ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് നൈറ്റ് ഈസ് ദ ഓപ്പൺ നൈറ്റ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുക. ഒന്നും ഒളിച്ചു വെക്കരുത്. ആത്മാർത്ഥമായിട്ട് പറയും. പെൺകുട്ടികളാവുമ്പോ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചില ലവ് ഓഫറൊക്കെ ഉണ്ടാവും. നത്തിങ്. പറയൂ, കുഞ്ഞനന്ദനെ നീ സ്നേഹിച്ചിരുന്നോ? പറയാൻ പേടിക്കണ്ട. ഞാനൊരു സങ്കുചിതനല്ല. വളരെ ഓപ്പൺ ഹാർട്ടാ, വിശാല ഹൃദയനാണ്. പറ, സ്നേഹിച്ചിരുന്നോ? അപ്പൊ ഞാൻ കേട്ടതെല്ലാം സത്യമായിരുന്നല്ലേ? കൃത്യമായി പറഞ്ഞാൽ 18 ഊമക്കത്തുകളാണ് എനിക്ക് കിട്ടിയത്. നിറയെ നിന്റെ പ്രേമകഥകൾ. ആ കഥകളെല്ലാം സത്യമായിരുന്നല്ലേ? പറ, നിനക്ക് വേണ്ടിയായിരുന്നു അവൻ വിഷം കഴിച്ചത്? അറിയില്ല. നിനക്ക് വേണ്ടിയായിരുന്നു അവൻ കിളച്ചിച്ചാടിയത്? അയാൾ എന്നെ സ്നേഹിച്ചിരുന്നു, സത്യമാണ്. പക്ഷെ ഈ താലി കഴുത്തിൽ വീണതോടെ എല്ലാം ഞാൻ മറന്നു. വേണ്ട വേണ്ട, നിന്റെ കള്ള കരച്ചിലെന്ന് എനിക്ക് കണ്ട. എന്നെ ഒരുപാട് മണ്ടനാക്കരുത്. നീ നിന്റെ അച്ഛൻ ചേട്ടനെ പറ്റിക്കാണോ? ബാക്കി ഞാൻ വന്നിട്ട്. എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത്? അയ്യോ, ബഹളമൊന്നുമല്ല. ഞാൻ ഈ ശാന്തിക്ക് കുറച്ച് കോമഡി കഥകൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കരുത്. അല്ലേടി, ഫസ്റ്റ് നൈറ്റ് അല്ലേ, കുറച്ചേരം ചിരിച്ചോണ്ടിരിക്കാന്ന് കരുതി. എങ്കിലാ കഥ കെട്ടി എനിക്കൊന്നും ഇരിക്കണല്ലോ. അല്ല, അമ്മാവന് നാളെ ചിരിച്ചാ പോരെ? പോരാ, എനിക്ക് ഇപ്പൊ തന്നെ ഇരിക്കണം. ഓ, താൻ എന്റെ ഒന്ന് ചിരിപ്പിച്ചേ. പല്ലില്ലാത്തോണ്ട് ഈ മോളെ കാട്ടി ചിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടാ. ഓസിസ്റ്റാരെല്ലാം ഞാൻ കേട്ടു. തനിക്ക് എന്താ അറിയേണ്ടത്? ആ കിണറ്റിൽ ചാടിയ ചെറുക്കനും എന്റെ മോളും തമ്മിൽ ബന്ധാണോ? നീ വിചാരിക്കുമ്പോഴുള്ള ബന്ധമൊന്നുമില്ല. പക്വതക്കുറവുകൊണ്ട് പിള്ളേർക്ക് തോന്നിയ ഒരു തമാശ. 3ാമത് ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോ എന്റെ മോളിരിക്ക് വാക്ക് തന്നതാ, അച്ഛൻ പറയുന്നത് അനുസരിച്ചോളാന്ന്. മക്കളായാലും മരുമക്കളായാലും എന്നെ അനുസരിച്ചുള്ള ശീലമേ ഈ തറവാട്ട് വേണ്ടു. ഏമത്വം കൊണ്ടല്ല ഞാൻ എന്റെ മോളെ എന്നെ കൊണ്ട് കെട്ടിച്ചത്. ക്ഷയം പിടിച്ച് മരിക്കാൻ നേരത്ത് നിന്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു, അത്രമാത്രം. ഇനി അവളുടെ മുമ്പിൽ ഒരുമാതിരി പോലീസ് കളിച്ചാലുണ്ടല്ലോ. ഇത് കണ്ടോ? ഇത് വെച്ച് മുതുകൊന്നും തന്നാലുണ്ടല്ലോ നീ പൊളയും. തേരണ്ടിമാരോട് ചന്തി കിട്ടിയ പെടാ, ഓർമ്മയുണ്ടോ? എന്തിനാണോ വാഴെടുത്ത്? പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാ. അമ്മാവ, ഒരു മിനിറ്റ്. അമ്മാവൻ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം അമ്മാവ് ഓർക്കണം. ഇന്നലെ വരെ ഞാൻ അമ്മാവന്റെ അനന്തരവൻ മാത്രമായിരുന്നു. പക്ഷെ ഇന്നു മുതൽ ഞാൻ അമ്മാവന്റെ മകളുടെ ഭർത്താവ് കൂടിയാണ്. ഈ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പഴയ തിരണ്ടിവാൽ കഥകൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. ആപ്പിളും പഴമൊക്കെ ഇല്ലേടാ മുറിയില്?
ആപ്പിളുണ്ട്, പഴങ്ങളൊന്നുമില്ല. എങ്കിൽ ഉള്ളതെടുത്ത് കഴിച്ചേ ആ പാലും കുടിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. പോ പോ പോ. ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. എന്നെ മനസ്സിലായി കാണുമല്ലോ. ഐ ആം അരവിന്ദാക്ഷൻ ഫ്രം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അതിനൊന്നുമില്ല. ഇന്നലെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്. ഇന്നലെ ഒരു ലാസ്റ്റ് നൈറ്റ് ഉണ്ടാക്കാൻ ഞാനും ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു പോയി. വീണ്ടും ശ്രമിച്ചു നോക്കൂ, ചിലപ്പോ വിജയിച്ചേക്കും. കാര്യങ്ങൾ മുഴുവൻ ശാന്തിനി എന്നോട് തുറന്നു പറയും. പ്രായത്തിന്റെ പക്വതക്കുറവ് ഞാനതത്ര കാര്യമാക്കുന്നില്ല. മിസ്റ്റർ കുഞ്ഞനന്ദൻ, ഞാനൊരു സങ്കുചിത മനോഭാവക്കാരനല്ല. വളരെ ഓപ്പൺ ഹാർട്ടാണ്, വിശാല ഹൃദയൻ. വിശാല ഹൃദയനായ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഒരു പാവം കാമുകൻ എന്ന നിലയ്ക്ക് ഇപ്പോഴും അവളെ തിരിച്ചേൽപ്പിച്ചാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. സ്വീകരിക്കോ? സ്വീകരിപ്പിക്കാം. എന്ത് തോന്നിയ താൻ പറയുന്നത്? അവളിപ്പോ അന്യന്റെ ഭാര്യയാണ്. അപ്പൊ അവള് നിങ്ങളുടെ നിന്നും പോയോ? തമാശ വേണ്ട. ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഞാൻ മറക്കാം, പൊറുക്കാം. പക്ഷെ ഇന്നവൾ എന്റെ ഭാര്യയാണ്. അറിയാം. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ദിവസത്തെ ദൂരം മാത്രമേ ഉള്ളൂ. മിനിങ്ങാന്ന് വരെ ഞാൻ അവളുടെ കാമുകൻ, ഇന്നലെ മുതൽ നിങ്ങൾ അവളുടെ ഭർത്താവും. തന്റെ ഫിലോസഫി ഒന്നും എനിക്ക് കേൾക്കണ്ട. താൻ അവളെ മറന്നേ പറ്റൂ. അവളെ മറക്കണമെങ്കിൽ ഞാൻ ചാവണം. എന്നപ്പോ ചാവണ പുല്ലേ. ചാവാം, ചാവാം. കാമുകിയുടെ ഭർത്താവ് റെയിൽവേ പോലീസായ സ്ഥിതിക്ക് റെയിൽവേ പാളത്തിൽ തന്നെ തലവെച്ച് ചാകാം. എന്നിട്ട് ആ ശവത്തിന് തന്നെ തന്നെ കാവല് നിർത്താം. പോരെ? ഓക്കെ, നമുക്കിനി റെയിൽവേ പാളത്തിൽ കാണാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഇവ മാനസിക രോഗിയാണ്. കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ. ആരാടത്? ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, എന്റെ തല, എന്റെ അമ്മ. ഓ ഓ, പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടുത്തി വീണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കല്ലും വീണു. എന്തിനാ അവിടെ പോയി ഒളിച്ചത്? ഒളിച്ചതല്ല, വെളിക്ക് ഇരിക്കാൻ പോയതാ. ഈ ലോകത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? ഇനി പറ്റരുത്. ഏത് ട്രാക്ക് കൂടിയാ നോക്കാം. അപ്പുറത്തെ ട്രാക്കാ. ഇങ്ങോട്ട് വാ. ഇവിടെ വാടാ. ഒക്കെ ഞാൻ ഒളിച്ചിരുന്ന് നോക്കുകയായിരുന്നു. അത് പേഴ്സണലായിട്ട് ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ. ഓഹോ, ആത്മഹത്യോ? സത്യം പറയടാ, മോഷ്ടിക്കാൻ വന്നതല്ലേ നീ? അയ്യോ, സത്യമായിട്ട് ഞാൻ മരിക്കാൻ വന്നാ സാർ. അഭിനയം കൊള്ളാം. ഇന്ന് ഏത് വീടായിരുന്നു ലക്ഷ്യം? എന്റെ പെറ്റമ്മയാണ് സത്യം. ഞാൻ മോഷ്ടിക്കാൻ വന്നല്ല, ചാവാൻ വന്നതാ. കണ്ട പൊളൊളിഞ്ഞിരുന്നു. ഏറുകൊണ്ടപ്പോ വെളുക്കിരിക്കാൻ വന്നതാണെന്ന്. ഇപ്പോ എന്നെ വിശ്വസിപ്പിക്കാൻ ട്രാക്കിൽ കിടന്നുകൊണ്ട് ചില അഭ്യാസ പ്രകടനങ്ങൾ. അത്യാവസ്ഥ നിന്നെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കാം. നടക്കടാ. സാർ,
സാധാരണ രീതിയിൽ ചോദിച്ചാൽ ഇത് സത്യം പറയില്ല സാർ. ശരിക്കും പോലീസ് മുറ തന്നെ പ്രയോഗിക്കണം. നീ സത്യം പറയില്ലല്ലടാ. വലിയ വേഷം കെട്ടുകാരനാ. എന്നെ പറ്റിക്കാൻ തന്നെ എന്തൊക്കെ സൂത്രങ്ങളായിരുന്നു. ഒരുപാട് സൂത്രങ്ങൾ ഉണ്ട് എന്റെ കയ്യില്. ആണോടാ? എന്റെ പൊന്ന് സാറേ, ഞാനൊരു പാവമാണ്. എന്തോ പാവോ? പെമ്പിള്ളാരുടെ മനസ്സ് മാലമോഷ്ടിക്കില്ലടാ നിന്റെ ജോലി. ട്രാക്കിനടുത്തുള്ള റെയിൽവേ ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇവന്റെ ഉന്നം. റെയിൽവേ ക്വാർട്ടേഴ്സ് അല്ല, റെയിൽവേ സ്റ്റേഷൻ വരെ ഇവ അടിച്ചു മാറ്റും. ഇവൻ കാണാൻ ഇത്ര ഉള്ളെങ്കിലും ആളൊരു കൊടും ഭീകരനാ. എന്താ നോക്കി പഠിപ്പിക്കുന്ന? ചെറിയല്ലടാ, അവന്റെ നോട്ടം നോക്ക് മൂങ്ങിയ പോലെ. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റെയിൽവേ ട്രാക്കിനടുത്തുള്ള കൃഷ്ണൻ സൂപ്രണ്ടിന്റെ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ നീലടാ. വീടോ? വീട് മോഷണം? എന്റെ പൊന്ന് സാറേ, സത്യട്ടോ ഞാനല്ല. പിന്നെ ആരാടാ? പ്രതികാരത്തിന് വേണ്ടി എന്നെ പ്രതിയാക്കരുത് പ്ലീസ്.